ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കി വന്ന ചോറാണ് വേണ്ടത് പ്രധാനമായിട്ടും. അപ്പം ബാക്കി വന്ന കുറച്ച് ചോറ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കുവാണ്. അപ്പം നമ്മൾ അരയ്ക്കുമ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കാൻ ശ്രമിക്കുക. ഇത് 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നൈറ്റിലോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണേ. അപ്പം നമ്മൾ ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് മൈദമാവാണ്. മൈദമാവ് അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുക്കണം, കാരണം എന്നാൽ മാത്രമേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം മൈദമാവ് അത്യാവശ്യം നല്ല രീതിയിലിട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുന്നുണ്ട്. അപ്പം മൈദമാവാണ് നല്ലോണം കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കയ്യിൽ എണ്ണയോ നെയ്യോ തടവിയിട്ട് തിരുമ്മി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് കുഴച്ചിങ്ങനെ എടുത്തു. അറ്റ് ലാസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് ഗീ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. ഏകദേശം ഒരു ½ ആൻ അവറോളം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായി. ചപ്പാത്തി പലക വെച്ചിട്ട് അതിലേക്ക് മൈദമാവാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. മാവൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മാവിൽ നിന്നും ഓരോരോ ബോളുകളാക്കി കൈ വെച്ച് തന്നെ മാക്സിമം പരത്തിയെടുക്കാൻ ശ്രമിച്ചു. റോളർ വെച്ച് പരത്തിക്കഴിഞ്ഞാൽ മൈദമാവായതുകൊണ്ട് ഒട്ടിപ്പിടിച്ച് കീറാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നെ മാക്സിമം എല്ലാം പരത്തിയെടുക്കാൻ ശ്രമിച്ചു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി. അതിനുശേഷം അതിലേക്ക് ഗീ ഒഴിച്ചിട്ട് അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന മാവിനെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം വേവുന്നതിനനുസരിച്ച് മറിച്ചും തിരിച്ചും ഇട്ട് നല്ലോണം നെയ്യ് തേച്ച് കൊടുക്കുക. ഇതിന് ചപ്പാത്തി എന്നാണോ അതില്ല വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാനിതിന് ചോറ് കൊണ്ടുള്ള പലഹാരം എന്നാണ് പറയാറ്. ഞാൻ ഈ സംഭവം നല്ലപോലെ ഗീയൊക്കെ തേച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് ഡിഷിൻ്റെ വേറെ ആവശ്യമേ വരുന്നില്ല. പക്ഷേ ഞാനിവിടെ കിഴങ്ങേറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇത് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചത്. നോക്കൂ, ഇത് അടിപൊളി സാധനമായിരുന്നു. നല്ല മണമായിരുന്നു. ഒരു ചോറിൻ്റെയും അല്ല മൈദയുടെയും അല്ല, അങ്ങനെ ഒരു പ്രത്യേകതരം മണമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.